ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പം വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് ചക്രയും നിജാസ് ഇവിടെ വരുന്നുണ്ട്. പെട്ടെന്ന് വരുമെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നതാണ്. എന്ന് വെച്ചാൽ ചക്കര ആദ്യമായിട്ടില്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് വെച്ചാൽ വരുമെന്ന് പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിളിച്ചു ഉച്ചയ്ക്കാണ് വരുന്നെങ്കിൽ ഫുഡ് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എളുപ്പമൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ ഒരു ബിരിയാണി റെസിപ്പി കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരമാണ് വരുന്നെങ്കിൽ പിന്നെ ഫുഡ് വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അവർ വരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ നമുക്ക് കേക്കുമായിട്ടൊക്കെയാണ് വരുന്നത്. അവർക്ക് 100K സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് 100K സെലിബ്രേഷൻ നടത്തിയപ്പോൾ നമുക്ക് പോകാനും പങ്കെടുക്കാനും ഒന്നിനും പറ്റിയില്ല. അപ്പം നമുക്ക് കേക്കുമായിട്ടൊക്കെയാണ് വരുന്നത്. നമുക്ക് കാണാം എന്തായാലും വീഡിയോയിൽ അവർ വരുന്നതും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാം. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. നമുക്കിതാ ഒരു ബിരിയാണി പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ റൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനും ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ എളുപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മസാല വഴറ്റുന്നുണ്ട്. അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്, ബിരിയാണി മസാല. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നെയ്യിലിട്ട് വഴറ്റി എടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വീത്തി കൊടുക്കണം. വെള്ളം വീത്തി കൊടുത്ത് ചിക്കൻ ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ശകലം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ചിക്കനും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവിച്ചൊരു പകുതി വേവാകുമ്പോഴത്തേക്കും ഈ റൈസ് അതിൽ കൂടി തട്ടിയിട്ട് കൊടുക്കണം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെടികളാണ്. ഞാൻ ഈ കിച്ചണിൽ ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ട സാധനമാണ്. പുളിഞ്ചിക്ക, കാരിക്ക, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അച്ചാർ ഐറ്റം ഉപ്പിലിട്ടേക്കുണ്ട്. ഇപ്പോൾ ഇതാണ് കാണിക്കുന്നത്, പുളിഞ്ചിക്കയും കാരിക്കയും. നമ്മൾ അച്ചാറുകളാണ് ഇരിക്കുന്നത്. പല ഐറ്റം അച്ചാറുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള പല അച്ചാറുകൾ. പിന്നെ ഞാൻ കിച്ചണിലെ പരിപാടിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ രണ്ടുപേര് നല്ല ഉറക്കം. പുറത്തോട്ട് നോക്കാൻ വയ്യ. പുറത്തോട്ട് നോക്കാൻ നല്ല വെയിൽ. വെയിലെന്ന് പറഞ്ഞാൽ ഇറങ്ങത്ത് പോലും ഇല്ല, അത്രയ്ക്ക് നല്ല വെയിൽ, ചൂടാണ്. പിന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോവാം. കിച്ചണിൽ വന്ന് പെട്ടെന്ന് തന്നെ റൈസ് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെന്തു, റൈസ് തട്ടിയിട്ട് കൊടുത്ത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പം റൈസ് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പൈനാപ്പിൾ എസൻസ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ കണ്ടോ വരുന്നത്, നമുക്ക് നന്നായിട്ട് ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ടേസ്റ്റ് ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ റമീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അവർ ഉച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അവരെത്തിയ ടൈം രാത്രിയായി, ലേറ്റായിപ്പോയി അവരെത്തിയപ്പോൾ. അപ്പോൾ എല്ലാവരും കയറി വരുന്നുണ്ട്.
ഹായ്. അപ്പോൾ ഗേസ് ദാ അവർ 100K സെലിബ്രേഷൻ്റെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അവർ കട്ട് ചെയ്ത് ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചക്കര നിജാസോടെ ഇരിപ്പുണ്ട്. ഹായ് ഒറാക്കേ നിജാസേ. ചക്കര വന്നിട്ടുണ്ട്. സെക്കൻഡ് രണ്ടാമത്തെ കൂടെ വന്ന് അപ്പൊ ഞാൻ ഇവിടുത്തെ പരീക്ഷണ വസ്തു ആവാൻ പോവുകയാണ്. അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിക്കൂ. ഇങ്ങനെയുണ്ട് മാങ്ങച്ചാറ്. പറ്റുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് ചക്കര? ചൂരമീൻ അച്ചാറാണേ. അച്ചാറൊക്കെ തന്നുണ്ടായിരുന്നു. മാപ്പിള അച്ചാർ തന്ന് മേമ പ്രലോഭിക്കുകയാണ്. ഇഷ്ടമാണ്. മതി വേണം. വയറിന്റെ അസുഖത്തിന് അധികം സാധനം കൈപ്പെടുന്നു. നമ്മൾ അച്ചാർ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട്? അടിപൊളിയാണ്. അച്ചാർ ഇഷ്ടമുള്ളവർ ഈ വീട്ടിലേക്ക് വന്നാൽ കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോവില്ല. നമ്മൾ തിന്നോണ്ടിരിക്കും. എന്നാ ശരി എന്നൊക്കെ പോട്ടേന്ന്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മളിതാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ചിക്കൻ കറിയും ബെറോട്ടയൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. ബെറോട്ട വാങ്ങിയിട്ടുണ്ട് പുറത്തുനിന്ന്. പിന്നെ ചിക്കൻ കറി ഇവിടെ ഞാൻ ഉണ്ടാക്കി. ഗൈസ്, നമ്മുടെ ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.